മുണ്ടക്കൈ ടൗൺഷിപ്പിന് വേണ്ടി ആദ്യം ഏറ്റെടുക്കുക ഒരു എസ്റ്റേറ്റ് മാത്രം. എൽസ്റ്റോൺ എസ്റ്റേറ്റ് ആയിരിക്കും ആദ്യഘട്ടത്തിൽ ഏറ്റെടുക്കുക. ഗുണഭോക്താക്കളുടെ എണ്ണം കണക്കാക്കിയാണ് തീരുമാനം. ഗുണഭോക്തൃ പട്ടിക എത്രയും പെട്ടെന്ന് അന്തിമമാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. മുണ്ടക്കൈ പുനരധിവാസത്തിലെ കേന്ദ്ര വായ്പാ വിനിയോഗത്തിന് കൂടുതൽ സമയം ആവശ്യപ്പെടുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. 1.5 മാസം കൊണ്ട് ചെലവാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വ്യാപകമായ വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട്. എന്തായാലും അല്പം സമയം കൂട്ടി ചോദിക്കുക എന്നുള്ളത് സാധാരണഗതിയിലുള്ള പ്രക്രിയയാണ്. എത്രയും പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉന്നതതല യോഗമെല്ലാം ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്ത് അത്തരം കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്താനും ഒരു വശത്തു കൂടി അത് അല്പം സമയം നീട്ടിക്കിട്ടാനും വായ്പയാണ് നമ്മൾ എടുത്തേക്കുന്നത്, അല്ലാതെ ഗ്രാൻഡ് അല്ല. വായ്പയാണെങ്കിലും അത് ചിലവാക്കുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. ബാക്കി കാര്യങ്ങൾ സ്പീഡിൽ ചെയ്യാനുള്ള നടപടിക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്.